അതിന് ആദ്യം ഈ പറഞ്ഞ പോലെ രാഗം നിങ്ങളടുത്ത് വരുന്നു, നിങ്ങളൊരു സംസാരിക്കുന്നു, കുട്ടിയെടുത്ത് ഗൂഢാലോചന നടത്തുന്നു, നിങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ്? ഞാൻ അത് ചോദിച്ചപ്പോൾ അത് ആദ്യം മിണ്ടുന്നില്ല ഇവര് എന്തോ കാര്യങ്ങൾ സംസാരിച്ചു. ശരിക്കും നിങ്ങൾ അറിയാതെയാണോ ഇങ്ങനെ ഒരു പരിപാടി ആദ്യം വലിയറ പോലീസ് അതിലെങ്ങനെയാ ഈ സരിജയുടെ പേര് വരുന്നത്? സരിജ സ്റ്റീഫന്റെ പേര്. സരിജ സ്റ്റീഫന്റെ പേര് വന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ബൈജു തന്നെയാണല്ലോ സരിജ സ്റ്റീഫനെ പറയുന്നത്. ജീമോനും സരിജ സ്റ്റീഫനും ബൈജുവിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് വരികയും ചാനൽ പ്രവർത്തനമൊക്കെ. അപ്പോൾ അതിലാണ് അങ്ങനെയാണ് ബൈജു ആണ് ഇതെല്ലാം ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മൊത്തം ഇങ്ങനൊരു കള്ളത്തരം ചെയ്യിപ്പിച്ചത് മൊത്തം. അപ്പം ഈ വലിയറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് രാഗം രാധാകൃഷ്ണനും ഈ പറഞ്ഞ മണിയൻ ഭാസ്കരനും സനുവും കൂടി വന്നതിന് ശേഷമാണ് നിങ്ങളിൽ നിന്നും നിർബന്ധിച്ച് വെള്ള പേപ്പറിലാണോ ഒപ്പിട്ട് വാങ്ങിച്ചത്? പരാതി എഴുതിയതിനു ശേഷമാണോ? പരാതി വെള്ള പേപ്പറിലാണ് ഒപ്പിട്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ വെള്ള പേപ്പറിൽ? ഞാൻ ചോദിച്ചു അത് എന്നാത്തിനാന്ന്. അപ്പൊ അത് വേറൊരു കാര്യത്തിന് കൊച്ചിന്റെ പാട്ടിന്റെ ഇത് കാര്യം ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയാന്ന്. ഞാൻ അതാണ് ചിന്തിച്ചോണ്ടല്ലോ ഇവരാണ് പരാതി എഴുതി വലിയ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. നിങ്ങളല്ല കൊടുക്കുന്നത്. അല്ല. അപ്പം അത് കഴിഞ്ഞ് വലിയ പോലീസ് സ്റ്റേഷൻ നിങ്ങളെ വിളിപ്പിച്ചില്ലേ? അതിന് ഞാൻ പറയാം ബ്രദർ, അതിന് ഞാൻ അറിയുന്നില്ല. ഈ ഗൂഢാലോചന സംസാരം എല്ലാം കഴിഞ്ഞ് ഞാൻ അറിയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംസാരിച്ച മോളോട് ചോദിച്ചപ്പോഴാണ് കൊച്ചു എന്നോട് ഇങ്ങനെ പറയുന്നത്. ഇത് ഈ പെണ്ണുങ്ങൾ വന്ന് മൊഴി എഴുതുക. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെണ്ണുങ്ങൾ വന്നു, രണ്ട് പെണ്ണുങ്ങൾ. ആദ്യം ഇങ്ങനെ വലിയ പോലീസ് സ്റ്റേഷൻ പരാതി എടുത്തില്ലല്ലോ, പരാതി പിന്തള്ളിയില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് വലിയ പോലീസ് സ്റ്റേഷൻ ഈ ലേഡി പോലീസുകാർ വന്ന് മൊഴിയെടുക്കുന്നത്? ഇല്ല, വലിയതുറ പോലീസിൽ ഈ കണ്ണ് കാണാൻ വെള്ളത്തെ കൊച്ചിനെ കൊണ്ട് ഗൂഢാലോചന സംസാരം നടത്തിയല്ലോ. സംസാരം നടത്തിയ സമയത്താണ് ഇവർ പോയി, രാധാകൃഷ്ണനും സനും കൂടെ പോയി വലിയതുറ പോയി രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്കറിയില്ല അതെന്നാ സംഭവം എന്ന്. അന്നേരം ഞാൻ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന്. അപ്പോഴേക്കാണ് പറയുന്നത് ജീവനെ പോസ്കോ കേസിൽ കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ജീവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അവിടെ തല ഇറങ്ങി വീഴുക വരെ ചെയ്ത്. ഈ പിള്ളേർക്കറിയാം സത്യാവസ്ഥ. തല ഇറങ്ങി ഞാൻ വീണു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ജീവൻ ചേട്ടൻ, അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ജീവൻ ചേട്ടൻ എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കോട്ടനെ ഇവർ പറഞ്ഞു അമ്മയെ കൊടുക്കും, കൊച്ചി വേറെ മൊഴി പറയുന്നു. ഞാൻ ജീവന്റെ സൈഡിൽ നിൽക്കുന്ന ഞങ്ങളിപ്പം അമ്മയെ പിടിച്ചോണ്ട് പോകും എന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. പോലീസുകാരല്ല, ഈ രാധാകൃഷ്ണനൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ മൊഴി ചെയ്തപ്പോൾ അവർ എന്നോട് പറയും മിണ്ടായിരിക്കും പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ പിടിക്കും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. ഈ രാഗം രാധാകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ ഈ കൊച്ചിന്റെ മൊഴി എഴുതിക്കൊണ്ടാണ് അവര് കൊണ്ടുപോയത്. അപ്പൊ അതിനുശേഷമാണല്ലോ വലിയ പോലീസ് സ്റ്റേഷൻ കേസ് തള്ളുന്നത്. മൊഴി എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയി ചെന്ന് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ? നിങ്ങളല്ലേ കൊടുത്തത്? അല്ലല്ല, ഈ രാധാകൃഷ്ണൻ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങൾ കൊച്ചിന്റെ സൈഡിൽ നിൽക്കുന്നോണം ജീമോന്റെ സൈഡിൽ നിൽക്കരുത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ഭീഷണിപ്പെടുത്തി അവിടെ തന്നെ എൻ്റെ ആ വീട്ടിൽ വെച്ച്. രാധാകൃഷ്ണനുണ്ട്, സാൻ എന്ന് പറഞ്ഞ ഒരു ചെറുക്കനുണ്ട്. അത് സാൻ എന്ന് പറഞ്ഞ ചെറുക്കൻ നമ്മുടെ ജീവൻ ചേട്ടൻ്റെ ഭാര്യയുടെ ബന്ധക്കാരനാണെന്നാണ് എന്നോട് പറഞ്ഞത് ഇവന്. അപ്പം ഇവനും ഉണ്ട് ഇതിൻ്റെ കൂടെ. അതുകൂടാതെ തന്നെ മണിയൻ ഭാസ്കരനുണ്ട്, അല്ലമ്മീനും ഉണ്ട്. അല്ലമ്മയും വെളിയിൽ നിൽക്കുവാണ്, മണിയൻ ഭാസ്കരനും അല്ലമ്മീനും ഒക്കെ. ഇവരും 3-4 പേരും കൂടെ ചേർന്നാണ് ഇങ്ങനെ പരാതി നിർബന്ധപൂർവ്വം കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാണ്ടാക്കും ഇവര് തന്നെയാണ് പറഞ്ഞത്. രാധാകൃഷ്ണൻ അതെന്താണ് പറഞ്ഞത്? എന്നോട് പറഞ്ഞത് അമ്മേ നിങ്ങൾ കൊച്ചിന്റെ കൂടെ നിന്നില്ല, നിങ്ങളെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും, നിങ്ങളെ ഞങ്ങൾ ജയിലിലിടും, നിങ്ങൾ ജയിലിൽ കിടക്കും ജീവന്. അപ്പോഴേക്ക് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ സേഫല്ല ഞാൻ നോക്കണ്ട. ആ സമയത്ത് എനിക്ക് ജീവൻ ചേട്ടനെ രക്ഷിക്കണമെന്നുണ്ട്. എൻ്റെ കൊച്ചിനെ മാറ്റിക്കൊണ്ട് പോവോ, എന്നെ മാറ്റിക്കൊണ്ട് പോയി എനിക്കറിയത്തില്ല. ഈ കുഞ്ഞുങ്ങൾ എന്നെ മാറ്റിക്കൊണ്ട് പോയാൽ ഞാൻ എന്താ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്? പിന്നെ ഞാൻ ജീവിക്കുന്ന സാറേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താ. നേരം വെളുക്കുമ്പോഴും ചെയ്യുന്നേക്കുമ്പോൾ എൻ്റെ മക്കളെ ഞാൻ ഓർത്ത്. ഭർത്താവെന്ന ആളില്ല, അയാൾ ചിലവിന് പോലും ഇന്ന് തരുന്നില്ല, എന്നെ നോക്കുന്ന പോലും ഇല്ല, അന്വേഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊച്ചിൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കേണ്ടി വന്ന ഈ എൻ്റെ ക്ഷമയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൊച്ചിൻ്റെ സേഫിന് വേണ്ടിയാണ് ഞാൻ
ഞാൻ മിണ്ടാതെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം നിങ്ങളെ വിളിപ്പിച്ചില്ലേ? വിളിപ്പിച്ച് അവിടെ മൊഴി എടുത്തില്ലേ? മൊഴി എടുപ്പിച്ചതും ഇവന്മാർ പറയിച്ചു തന്നിട്ട് ഇവന്മാരുടെ കീഴിലാണ് പറയിപ്പിക്കുന്നത് ഞങ്ങളെ. ഇവന്മാരെ നിർത്തിക്കൊണ്ടാണ് ഈ കുട്ടിയെടുത്ത് മൊഴി എടുത്തത്, അല്ലാതെ മാറ്റിയെടുത്തിട്ട് കുട്ടിയെ മാത്രമല്ല. ഇല്ല, ഇവന്മാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇവന്മാരാണ് പോലീസുകാർക്ക് കൈമണി കൊടുക്കുന്നത്. കൈമണി കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ മൊഴി എടുക്കുന്ന സമയത്തല്ല ഇവന്മാർ കൂടെ ഉണ്ടായിരുന്നു? ഉണ്ട്, എല്ലാം. ഇവരിവിടുന്ന് നിങ്ങൾ വലിയുറയിന്ന് ഏളമക്കരയിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ വണ്ടിയിലാണോ പോകുന്നത്? ഇവരുടെ വണ്ടിയിൽ. എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നെയും കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടും പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ ഇവന്മാരെല്ലാം ഇവരെ ഈ പറഞ്ഞ രാഗം രാധാകൃഷ്ണനും അല്ലമേനും മണിയം ഭാസ്കരനും സാനും എല്ലാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഇവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ. പോലീസ് സ്റ്റേഷന്റെ വെളിയിലാണ് ഇവന്മാരെ പോലീസുകാർ കാണുന്നില്ല. അപ്പൊ ഇവരാണോ ഈ ഇങ്ങനെ ഈ പാട്ടിന്റെ പേരിൽ ഇന്നടത്ത് താമസിച്ചു, അവിടെ വെച്ച് പീഡനം നടത്തി പീഡിപ്പിച്ചു എന്ന് ഇവരാണ് പറയുന്നത്? ഇങ്ങനൊരു ആൽബം എടുത്തു. അപ്പൊ ഈ ഒരു ആൽബം ആണല്ലോ വിഷയമായത്. അപ്പൊ ഇങ്ങനൊരു ആൽബം എടുത്തു എന്ന് ആരാണ് പറഞ്ഞത്? ഈ ആൽബം എടുത്ത ബൈജു ആണ് ഇത് പറയുന്നത്, ഇങ്ങനെ ഒരു ആൽബം എടുത്തു. എന്നിട്ട് കള്ളത്തരം കൊച്ചിൻ്റെ ചെവിയിൽ ബൈജു പറഞ്ഞു കൊടുത്തു. ബാത്റൂമിൽ നിന്ന് അമ്മ കുളിക്കാൻ പോയ സമയത്ത് മോൾ ഇങ്ങനെ പറയണം, മോളെ ഞങ്ങൾ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് കൊണ്ടാ. ഇവളെപ്പോഴും പറയും ബോബി ചെമ്മന്നൂർ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ സഹായിക്കാൻ വന്ന്. അപ്പം സാറ് ഇങ്ങനെ ഹിന്ദിയിൽ ഇവൾ നന്നായിട്ട് ഹിന്ദിയൊക്കെ സംസാരിക്കാം. അപ്പോൾ സാറ് ചുമ്മാ ഹിന്ദിയിൽ പറഞ്ഞു ഓക്സിജൻ സിറ്റി ഞാൻ നടത്താൻ പോവുകയാണ് എന്ന്, ഞാൻ മോളെ കൊണ്ടാന്ന്. ഈ കൊച്ച അത് ഭയങ്കര ഉള്ളിൽ ചിന്തയാണ്. അപ്പോൾ എപ്പോഴും ഓക്സിജന് കൊണ്ടുപോകണം. ആൾക്കാർ ആരെങ്കിലും ചോദിക്കും എന്നെ കൊണ്ടുപോകണം. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പരാതിയുടെ പേരിൽ മോളുടെ മൊഴിയെടുക്കുന്നു, കേസ് FIR ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങളോട് ചോദിച്ചത് ഇത് എവിടെയാണ് താമസിച്ചത് എന്നൊക്കെ ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊച്ചിന്റെ പാട്ട് ജീവൻ ചേട്ടനാണ്, ജീവൻ കല്ലുപറിക്കുന്ന ചേട്ടനാണ്, സാമൂഹ്യ പ്രവർത്തന ആ ചേട്ടനാണ് പാട്ട് പിടിച്ച് ഗോപിനാഥ് മുതുകാരൻ്റെ അടുത്ത് എത്തിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ചാനലുമായിട്ട് ഒരു മീഡിയ ചാനലുമായിട്ട് പോകാനിടയായി. അപ്പോൾ പിന്നെ എനിക്ക് ആ ചേട്ടനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ബൈജു എന്ന ഒരാളെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അത് ജീവൻ ചേട്ടനെ എനിക്ക് വല്ലപ്പോഴൊക്കെ എനിക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ സരിജ ഇടയ്ക്കിടയ്ക്ക് ഫോൺ, ഞാൻ ജീവൻ ചേട്ടനെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോൾ സരിജ പറയും, എന്നെ വഴക്ക് പറയും അവൾ. എടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവൻ എൻ്റെ റിപ്പോർട്ടറാണ്, നീ എന്തിനാ എപ്പോഴും ജീവനെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്? ഈ ഒരു കാര്യം പോലും എനിക്ക് സരിജയോട് പറയാൻ പറ്റുന്നില്ല. സരിജ ഇങ്ങോട്ട് എന്നോട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആകെ പ്രയാസമായിപ്പോയി. ശരിക്കും നിങ്ങളുടെ മകളെയും കുടുംബത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കള്ളമൊഴി വന്നത്. അത് തന്നെ. അപ്പം ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പം ഇങ്ങനെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു. ഈ ഇത്രയും ദിവസം 160ഓളം ദിവസം ജീമോൻ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സമയങ്ങളൊന്നും നിങ്ങൾക്ക് സത്യാവസ്ഥ പുറത്തു പറയാൻ? ഇവന്മാര് ഊരാക്കുടിക്കൽ ഞങ്ങൾ ഇവന്മാരുടെ കീഴിലായി പോയി, ഞങ്ങളെ എവിടെയും വിടുന്നില്ല. അപ്പൊ നിങ്ങളുടെ അപ്പൊ ഇങ്ങനൊരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നൽകിയത്? അത് എന്താണ് നൽകിയത്? വലിയ പൈസ ഒന്നുമല്ല. വരുമ്പോൾ 1500 രൂപ തരും, പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങൾ, അരി സാധനങ്ങളെല്ലാം. ഈ പൈസ തന്ന ഉടനെ ബൈജു അതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് 1500 രൂപ അതോടെ എടുക്കും. അരി തൊട്ട് ചാക്ക് തൊട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു മാസത്തേക്കുള്ളതെല്ലാം. ജീമോനെ കുരുക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും സ്വർണമോ വസ്തുവോ വകയോ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? മണിയം ഭാസ്കരൻ എന്ന് പറഞ്ഞ ആള്. രാഗൻ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ മെയിൻ ആൾ. രാഗൻ രാധാകൃഷ്ണനും മണിയും ഭാസ്കരനും എല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ ജീമോനെ കുടിക്കാൻ ഞങ്ങൾ വീട് വെച്ച് തരാം. പിന്നെ ജീമോന് പല പെൺകേസുണ്ട്, പല കേസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരാം. കൊച്ചിനെ ഞങ്ങൾ ഉയർത്തിയെടുക്കാം. മണിയൻ ഭാസ്കരനും രാഗൻ രാധാകൃഷ്ണനാണ് മെയിൻ ആള്. അയാളാണ് ഇത്രയും കിടന്ന് ഞങ്ങളെ ഈ ഊരക്കൊടുക്കിലെല്ലാം അവൻ എന്നോട് പറയുവാണ് ജീവനെ കൊന്നു കളയണം എന്നാണ്. ആരാ പറഞ്ഞത്? രാഗൻ രാധാകൃഷ്ണനാണ് പറഞ്ഞത് ജീവനെ കൊല്ലണമെന്ന്. കൊന്നു കളയണം. ജീവന്റെ മതാചാര പ്രകാരം പോലും ബോഡി വെളി കാണിക്കാൻ പാടില്ല. അവൻ അവിടെ കിടന്ന് ചാകണമെന്ന് ഈ കൊച്ചിനോട് മണിയം ഭാസ്കരൻ ഹിന്ദിയിൽ ചെവിയിൽ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഹിന്ദി അധികം അറിയത്തില്ല. കൊച്ചു ഹിന്ദി നന്നായിട്ട് പറയും. അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായതിന് ശേഷം ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു മൊഴി മാറ്റം ഉണ്ടാക്കാനുള്ള സാഹചര്യം? ഞങ്ങൾ ഇവന്മാരുടെ ഊരാക്കുടി ഇവർ പറയുന്നത്, അതായത് രാഗം രാധാകൃഷ്ണൻ പറയുന്നത്
ജീമോൻ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായം തന്നു, അതുകൊണ്ടാണ് നിങ്ങൾ മൊഴി മാറ്റി പറയാനുണ്ടായ സഹായം. അപ്പോൾ 160 ദിവസത്തോളം ജയിലിൽ കിടന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ ഭീഷണി ആയതുകൊണ്ടാണ് സത്യം പറയാൻ വൈകിയത്. അത് തന്നെ, ഇവരുടെ ഭീഷണിയിലായിരുന്നു ഞാൻ ഊരാക്കുടുക്കിലായിപ്പോയി. അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് ഇപ്പോൾ എൻ്റെ ആങ്ങളെ എന്നോട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ വീട്ടിലുള്ള അവൻ എന്നോട് പറയുന്നുണ്ട്, ചേച്ചി ജീമോൻ ചേട്ടൻ ഇത്രയും നാളും ചേച്ചി ചേട്ടനായിട്ട് കണ്ടതാണ്, ജീമോൻ ചേട്ടനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ രക്ഷിക്കണം മോനെ, ഈ ഊരാക്കുടുക്കിന്ന് എനിക്ക് രക്ഷപ്പെടണം, അവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടെ വരാനായിട്ട് നോക്കാം. ബൈജു വിടാൻ ഞങ്ങളെ നോക്കാൻ ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്ന് ബൈജു. ഞാൻ അയാളോട് വഴക്കടിച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ രാഗം രാധാകൃഷ്ണന്റെയും ബൈജുവിന്റെയും മണിയൻ ഭാസ്കറിന്റെയും ഇവര് വളയം വെച്ചിരിക്കുകയാണ്, നിങ്ങളെ എങ്ങോട്ടും വിട്ടില്ല. അവരിൽ നിന്ന് മോചനം ഉണ്ടായത് ഞാൻ ഇവിടെ വന്നിട്ടാണ്. ഇവിടെ വന്ന് എൻ്റെ ഈ വീട്ടിലെത്തി. ഞാൻ പേടിച്ചാ ഞാൻ വന്നത്. തിരിച്ചെത്തി. എനിക്ക് പേടിയുണ്ടായിരുന്നു. ജീമോൻ ചേട്ടൻ ഇവന്മാരെന്നെ പേടിപ്പിച്ചു. ജീമോൻ ചേട്ടൻ പലരെയും കുത്തിക്കൊല്ലുന്ന ആളാണ്, അങ്ങനെയാണ്, ഇനി നിങ്ങളെ ഉപദ്രവിക്കുക, അതുകൊണ്ട് പോകരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതൊന്നും വില കൽപ്പിക്കാതെ എൻ്റെ ആങ്ങളെ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. ജീമോൻ ചേട്ടനെ രക്ഷിക്കണം. പാവം ജീമോൻ ചേട്ടനെ അന്വേഷിച്ച് എനിക്ക് ഫോൺ മൊഴി മാറ്റി പറഞ്ഞതിന് ശേഷം നിങ്ങളെ തിരക്കി ഇവിടെ വന്നിട്ടുണ്ട്? ഇല്ല, പിന്നെ വന്നിട്ടില്ല. ഞാൻ വിളിച്ച് സംസാരിച്ചില്ല. ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് ഞാൻ കോടതിയിൽ ചെന്ന്, ഞാൻ സുപ്രീം ഹൈക്കോടതിയിൽ ചെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീമോൻ ചേട്ടനെ അന്വേഷിച്ച് കാഞ്ഞിരപ്പള്ളി വരെ പോയി. കാഞ്ഞിരപ്പള്ളിയിലാണ് വീടെന്നറിയാം. കാഞ്ഞിരപ്പള്ളി പോയി ഞാൻ ആ സ്റ്റാൻഡിലും അവിടെ നമ്മുടെ ഈ മോൾ അവിടെയായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്, അസിസി സ്കൂള്. അവിടെ ചെന്ന് ഞാൻ ഈ ഒരു നിരപരാധിത്വം എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ അറിയിക്കണം. ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നു. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. എനിക്കറിയാം എൻ്റെ മോളെ സാറേ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ മക്കളെ ആരും. എനിക്കറിയാം ജീമോൻ ചേട്ടൻ അങ്ങനെ ഒരു ഉപദ്രവം ചെയ്തു. ഈ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുളിച്ചുകൊണ്ട് നിന്ന സമയത്ത്, മകൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ വന്ന് ഇങ്ങനെ ഒരു പീഡനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയിൽ. അത് കള്ളത്തരം ഈ കൊച്ചിനോട് ചെവിയിൽ അറിയിച്ചു കൊടുത്തത് ബൈജു ആണ്. ഇങ്ങനെ പറയണം എന്നുണ്ട്. ബൈജുവും പറഞ്ഞു, രാധാകൃഷ്ണൻ ഇവരെല്ലാം കൂടിയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കാര്യം പറയിപ്പിച്ചത്. കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചതാ. കുട്ടിയെ അമിതമായ രീതിയിൽ കുട്ടിയോട് പറഞ്ഞു. എന്താണ് കുട്ടിയോട് പറഞ്ഞത്? കുട്ടിയോട് പറഞ്ഞത്, മോളെ വീട് വെച്ചുതരാം, ഓക്സിജനെ കൊണ്ടുപോകാം, കൃഷ്ണമൂർത്തിയെ കാണിക്കാം, വലിയ വലിയ VIP എന്താ ഒരു പാട്ടുകാരി എന്നാ മോളെ അതിൻ്റെ ചിത്ര ചേച്ചിയുടെ അടുത്ത് കൊണ്ടാകും. പിന്നെ വേറൊരെണ്ണം ഉണ്ട്, കണ്ണ് കാണാൻ വല്ലാത്ത ആ ചേച്ചിയുടെ പേരെന്നാ ഒരു വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി, അവളുടെ അടുത്ത് കൊണ്ടുപോകാം. അങ്ങനെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി അവരിലേക്ക് മയങ്ങുന്നത്. അവരിലേക്ക് മയങ്ങുന്നത്. അവരുടെ കാര്യങ്ങൾ മൊത്തം ഇവര് കൊച്ചിനെ കൊണ്ടാണ് ഇങ്ങനെ എല്ലാം ചെയ്യിപ്പിച്ചത്. ഈ സത്യാവസ്ഥ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ജീമോൻ നിരപരാധിയാണ് എന്ന് സത്യാവസ്ഥ ഹൈക്കോടതിയിൽ ആര് മുഖാന്തരമാണ് ഇത്? ഞാൻ തന്നെയാണ് പോയി പറയുന്നത്. എൻ്റെ ആങ്ങളെ പറഞ്ഞു, ചേച്ചി കൊടുക്കുന്ന ചേച്ചി രക്ഷപ്പെട്ടെ, എങ്ങനെയെങ്കിലും ജീമോൻ ചേട്ടനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാൻ പോകാൻ തയ്യാറായിരുന്നു. അപ്പം ഇവന്മാരിവിടെയും വന്നിട്ടുണ്ട്. ആ സമയത്ത് ജീമോൻ ചേട്ടനെ കൊടുക്കാൻ വേണ്ടി കള്ളത്തരം ഞാൻ വയ്യാതെ കിടക്കുന്ന എന്നെ നിർബന്ധിച്ച് എന്നെ അങ്ങോട്ട് നൈറ്റി എടുപ്പിച്ചാണ് എന്നെ കൊണ്ടുപോയത് ഇവന്മാർ. അതിൻ്റെ ഇടയ്ക്ക് ജയിക്കപ്പ്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പയ്യനുണ്ട് ജയിക്കപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആങ്ങളോട് ഞാൻ പറഞ്ഞു, എടാ ഇവന്മാരെന്നെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെയായിട്ട് ചീത്ത വിളിക്കാനിടയായി. എൻ്റെ ആങ്ങളെ സാനുമായിട്ട് ചീത്ത വിളിച്ചു, ചേച്ചിയെ കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾ ഇത്രയും ചതി ചെയ്യിപ്പിച്ചു, ഇനി ചേച്ചിയെ ജീമോൻ ചേട്ടനെ ജീമോൻ ചേട്ടൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ജീമോൻ ചേട്ടൻ അവിടെ ചേച്ചി പോയി ജീമോൻ ചേട്ടൻ്റെ ഇത് തെളിയിക്കും. എന്താണെന്ന് ജീമോൻ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കറിയാം. ഞാൻ അമ്മയാണ്, കുട്ടിയുടെ അമ്മയാണ്. ഞാൻ എൻ്റെ മോളെയോ മോനെയും ഞാൻ ഒരു കുളിക്കാനും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഇതെല്ലാം ഉണ്ടാക്കിയത് കള്ളത്തരമാണ്. ബൈജു ഉണ്ടാക്കിയ വേലയാണ്. ഞങ്ങൾ നിരപരാധിയാണ് ജീമോൻ ചേട്ടൻ. നിരപരാധിയായ ജീമോൻ ചേട്ടനെ ഇത്രയും ചതിയിൽ, ജീമോൻ ചേട്ടൻ്റെ ശത്രുക്കൾ തന്നെ രാധാകൃഷ്ണൻ, അവനാണ് ഇത്രയും കാര്യം ചെയ്തത്, ഈ കള്ളത്തരം മൊത്തം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ രാഗം രാധാകൃഷ്ണൻ മണിയൻ ഭാസ്കരനും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന കുടുംബത്തിൽ നടത്തി. അതെ,
അതിൽ നിങ്ങൾ ഭീഷണിയുടെ ബലത്തിൽ നിങ്ങൾ അതിനകത്ത് വീണുപോയി. ഒരു നിവൃത്തിയില്ലാതെ എനിക്ക് ഊരാ കുടിക്കുന്ന അവരുടെ കീഴിലായിപ്പോയി. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ അവസാനം ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജീവൻ ചേട്ടനെ അന്വേഷിച്ച് കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്ത് പോകാനും അവിടെ കാര്യങ്ങളെല്ലാം കാഞ്ഞിരപ്പള്ളി ചെന്നപ്പോൾ കണ്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സുപ്രീം ഹൈക്കോടതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല, ഒരു കാര്യത്തിലും നടന്നിട്ടില്ല ഒരിക്കലും. എൻ്റെ സത്യമായിട്ട് എൻ്റെ അപ്പയും മമ്മയും മരിച്ചെടുക്കുന്ന എൻ്റെ പപ്പയും മമ്മയും സത്യം വെച്ചാൽ ഞാൻ പറയുന്നത്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇതെല്ലാം എൻ്റെ കൊച്ചിനെ കൊണ്ട് കള്ളത്തരം പറയിപ്പിച്ച് ബൈജുവും രാഘവൻ രാധാകൃഷ്ണനും ഉണ്ടാക്കിയവരെ. ഈ രാഘവൻ രാധാകൃഷ്ണൻ ഭയങ്കര എന്നെ കൊല്ലും ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നെ കൂടുതലായിട്ട് ചെയ്തത്. രാഘവൻ രാധാകൃഷ്ണൻ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നെയും മക്കളെ ഞാൻ കൊന്നുകളയും. ആ കൊച്ചു എൻ്റെ മോൻ്റെ താടിക്കിട്ട് വരെ തട്ടിയിട്ടുണ്ട് രാഘവൻ രാധാകൃഷ്ണൻ. അവൻ ആണെങ്കിൽ അപ്പോഴും പറയും, എൻ്റെ മോൻ പറയും എൻ്റെ അമ്മാച്ചനാണെന്നാണ് പറയുന്നത്. ജീവനങ്ങൾ അമ്മാച്ചൻ്റെ സ്ഥാനത്താണ് കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ മമ്മിയുടെ മൂത്ത ബ്രദർ എന്ന പോലെയാണ് ജീവൻ ചേട്ടൻ അതുപോലെയാണ് കണ്ടത്. ഈ കൊച്ചുമായിട്ട് പോലും അധികം അടുത്തിട്ടില്ല ജീവൻ ചേട്ടൻ. കൂടുതൽ അടുത്തത് എൻ്റെ മോനുമായിട്ടാണ് അടുക്കുന്നത്. അത്രയും നല്ല സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു രാഘവൻ രാധാകൃഷ്ണൻ. ഈ കുട്ടിയെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഈ പലവ്യഞ്ജനവും മറ്റുള്ള സംഭവം ഒക്കെ മതി. പക്ഷേ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും രീതിയിൽ രാഘവൻ രാധാകൃഷ്ണനോ ഈ മണിയൻ ഭാസ്കരനോ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പണമായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ട്. രാഘവൻ രാധാകൃഷ്ണൻ എനിക്ക് ആദ്യം 5000 രൂപ ഇട്ട് തന്നു. 5000 രൂപ ഇട്ട് തന്നിട്ട് എന്നോട് സഹായിക്കാം എന്ന് പറഞ്ഞു. ആ പൈസ എല്ലാം ബൈജു എടുത്തുകൊണ്ട് പോവുമായിരുന്നു. അതുപോലെ തന്നെ 1000 രൂപ പിന്നെ തന്നെ 1500, 1000 ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് രാഘവൻ രാധാകൃഷ്ണൻ. അതുകൂടാതെ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ ജോയി ആർക്കൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളും 5000 രൂപ ഇട്ടായിരുന്നു. അങ്ങനെ 5000, 3000 ഒക്കെ അയാൾ ഇട്ടിട്ടുണ്ട്. ഈ കാര്യം ജീമോൻ്റെ ഈ കേസിൽ പറയണമെന്ന് പറഞ്ഞു. എത്ര രൂപയോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഒരു 15 എങ്കിലും കാണും ഇട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്തോണ്ട് പോയി ബൈജു. ഈ വളയത്തിനകത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ ഉൾപ്പെടെ അവർ പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതെ അത് തന്നെ. പല രാത്രിയിൽ എന്നെ കൊണ്ട് ട്രെയിനിലൊക്കെ കൊണ്ടുപോയി. സാനും ഒക്കെ രാഘവൻ രാധാകൃഷ്ണനും എല്ലാം കൂടെ ട്രെയിനിലും ബസ്സിലും ഒക്കെ കൊണ്ടുപോയി എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നേരം വെളുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 5-6 ദിവസം ഇതുമായിട്ട് ബന്ധമായിട്ട് വിളിച്ചോണ്ട് പോകും. 2 ദിവസം ഇടവിട്ടൊക്കെ. അങ്ങനെ എൻ്റെ മോൻ്റെ സ്കൂള് ശരീരമായിട്ട് എനിക്ക് ട്രെയിനിലൊക്കെ എനിക്ക് കയറാൻ പാടായിരുന്നു. ശ്വാസം മുട്ടലായിരുന്നു. എന്നെ കൊണ്ട് ഓടിപ്പിച്ച് പ്രയാസം. ഒന്നാം തൈറോയ്ഡ് ആയതുകൊണ്ട് എനിക്ക് വണ്ണം വയ്ക്കും ഞാൻ. അപ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിലും വണ്ണം വയ്ക്കും. അപ്പോൾ ഒരു എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുക ട്രെയിനിലൊക്കെ വലിച്ചു കയറ്റി. എന്നാൽ ആഹാരം നേരെ ചൊവ്വേ തരുമോ അതുമില്ല. ഈ കൊച്ചിനെ എൻ്റെ മോൻ്റെ താടിക്കിട്ടൊക്കെയാണ് രാഘവൻ രാധാകൃഷ്ണൻ തട്ടിയത്. കൊച്ച് അമ്മച്ചെന്നും പറഞ്ഞ് നിന്നതുകൊണ്ട് എൻ്റെ മോന് സത്യം പറഞ്ഞാൽ എൻ്റെ മൂത്ത ഒരു ആങ്ങളെ പോലെയാണ്. മോള് പറഞ്ഞു തെറ്റിപ്പോയി. അപ്പനെ പോലെയല്ല, മൂത്ത ഒരു ആങ്ങളെ സ്ഥാനത്താണ് ജീമോൻ ചേട്ടൻ നിന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എൻ്റെ മോൻ അത് അമ്മാച്ചനാണ്. മൂത്ത അമ്മാച്ചന് എൻ്റെ ആങ്ങളയ്ക്ക് മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ജീമോൻ ചേട്ടൻ അമ്മാച്ചനാണ് എന്നാണ് എൻ്റെ മോൻ പറഞ്ഞത്. ഞാനും എൻ്റെ മോനും ജീവൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നതിന് അവന്മാർക്ക് ഞങ്ങളോട് 2 പേരോട് കലിയാണ് കൂടുതൽ. രാഘവൻ രാധാകൃഷ്ണൻ, മണിയൻ ഭാസ്കരന്, ബൈജുവിന്, അല്ലമ്മീനും എല്ലാം ഞങ്ങളോട് കലിയാണ്. ഞങ്ങളെ തട്ടുക. കൊച്ചിനെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊച്ചിനുള്ള മോഹന വാർത്തകൾ എല്ലാം വാക്ക് കൊടുത്ത് കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ രാഘവൻ രാധാകൃഷ്ണൻ അതിലൊരാളാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്നെ കൊണ്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഈ സാൻ എന്ന് പറഞ്ഞവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഈ എറണാകുളത്തൊക്കെ കൊണ്ടുപോകുമായിരുന്നു ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി. 2 ദിവസം രാത്രിയിൽ ഇപ്പോൾ നേരം വെളുപ്പിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നെയും കൊച്ചിനെ. എനിക്കൊന്നാമത് സുഖമില്ലാത്ത എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി ട്രെയിനിങ് കയറ്റിച്ച് കൊണ്ടുപോയി ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ, എറണാകുളത്ത് ഏതോ ഒരു ബിൽഡിങ്, എനിക്കറിയത്തില്ല, ഏതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവിടെ വെച്ച് രാഘവൻ രാധാകൃഷ്ണൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ വാർത്ത പിടിച്ചിട്ടുണ്ട്. ഒരു രാത്രി മൊത്തം പിടിച്ചിട്ടുണ്ട്. അതിൽ ദീപ എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അതുകൊണ്ട് ജോയി അറക്കലുണ്ട്. അങ്ങനെ ഇവരെല്ലാം ഈ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ സംഘടനയിലെ ഇവരെല്ലാം അതിൽ ഒരു പങ്കാളിയാണ്. ഈ ജോയി അറക്കലും പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ വെച്ച് രാഘവൻ രാധാകൃഷ്ണൻ നിങ്ങളെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് എടുപ്പിച്ചു. എടുപ്പിച്ചു.
ഇങ്ങനെ അതുകൂടാതെ തന്നെ ഈ ജീമോൻ ചേട്ടൻ്റെ ജയിലിൽ ഞാൻ അവിടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞ് ജീമോൻ ചേട്ടനെ കൊടുക്കണം എന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് കരയിപ്പിച്ച് ചെയ്തപ്പം വണ്ടി വെച്ച് തന്നെ എന്നെയും പിള്ളേരെ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ആങ്ങളെ പറഞ്ഞതനുസരിച്ച് ജീമോൻ ചേട്ടനെ ഞാൻ രക്ഷപ്പെടുത്താൻ പോവുക എന്ന് പറഞ്ഞപ്പോഴേക്ക് രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരനും ശരിക്കും നിങ്ങളുടെ കുടുംബത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അയാളെയാണ് ഈ പറഞ്ഞ പോലെ ഇവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കരുവാക്കിയത്. അപ്പൊ അതെല്ലാം നിങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചോ? ഞാൻ അവതരിപ്പിച്ചു. ജഡ്ജി ലാസ്റ്റ് പറഞ്ഞ കൊച്ചിനോട് പറഞ്ഞു ജീമോൻ ചേട്ടനുമായിട്ട് കൂട്ടുകൂടിക്കോളാനാ പറഞ്ഞത്. ജീമോൻ ചേട്ടൻ്റെ മോളെ ജീമോൻ ചേട്ടൻ നല്ല ജഡ്ജിയാണ് പറയുന്നത്. ജീമോൻ ചേട്ടനുമായിട്ട് കോടതിയിൽ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാനും സത്യാവസ്ഥ എൻ്റെ കണ്ണുനീരോടെ ഞാൻ പറഞ്ഞു, സാറേ ജീമോൻ ചേട്ടൻ നിരപരാധിയാണ്, ഈ ഊരാക്കുടിക്കിൽ ഞങ്ങളെ ചതിച്ചതാണ് ഇവന്മാർ. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, എൻ്റെ വീട്ടിലിവിടെ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം ബോധിപ്പിക്കാൻ പറ്റിയത്. ഊരാക്കുടിക്കിലായിപ്പോയാന്ന് ഞങ്ങളെ അവിടുന്ന് വിടുന്നില്ലായിരുന്നു അവന്മാർ 3 പേരും. അല്ലമ്മീനും രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരനും ബൈജു ഞങ്ങളെ വിടാതെ പിടിച്ചു വെച്ചേക്കുക. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ് ഞാൻ ഓരോക്കെ എടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഭർത്താവ് എന്ന ആൾ നേരത്തെ തൊട്ട് ചെലവിന് തരുന്നില്ലായിരുന്നു. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം അറിയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് കൂട്ടുകൂടി എന്തെങ്കിലും? എനിക്ക് അതറിയില്ല. പക്ഷേ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ, ഈ ഭർത്താവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മയുടെ ഒരു ലൈംഗികമായ ഒരു പീഡന കേസുണ്ട്. അത് ഞാൻ കേസ് കൊടുത്തതാണ്. ലൈംഗികമായി ഈ കൊച്ചിനെ ഒരാളിവിടെ വന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് എൻ്റെ ഭർത്താവ് അത് ക്യാൻസലാക്കി കളഞ്ഞു. ആ കാര്യം വെച്ചാണ് ജീമോന്റെ തലയിലേക്ക് ഇപ്പോൾ ഇട്ടത്. ഞാൻ വേറെ കാര്യം, അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പം ഇങ്ങനെ പീഡനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ച ഒന്ന് രാധാകൃഷ്ണൻ്റെ കളിയാണ്. ഇത് ഡോക്ടറിന് കൈമണി കൊടുക്കും, അതുപോലെ തന്നെ പോലീസുകാർക്ക് കൈമണി കൊടുക്കും. ഇതെല്ലാം രാധാകൃഷ്ണൻ ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് നേരത്തെ സംഭവിച്ചതാണ്. എൻ്റെ അമ്മായിയമ്മയുടെ ഒരു ലൈംഗികമായ ജീവൻ ചേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പേ അമ്മായിയമ്മയുടെ ഒരു ലൈംഗിക കേസുണ്ടായിരുന്നു. ഇവിടെ ഒരാളും ഞാൻ ജോലിക്ക് പോകുമ്പം ഒരാളിവിടെ വരികയും കൊച്ചിനെ ഉപദ്രവിക്കുകയും ചെയ്തു. കൊച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു. അത് അമ്മായിയമ്മ മുഖാന്തരമാണ് ഇവിടെ മറ്റൊരു ആള് വരികയും കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ ഉപദ്രവത്തിന്റെ ഇതായിട്ടാണ് ഞാൻ ചൈൽഡ് ലൈൻ കേസ് കൊടുത്തതാ. അങ്ങനെയാണ് ആ അമ്മ ഇവിടെ നിന്ന് മാറ്റിയത്. ഇവിടുന്ന് എനിക്ക് അമ്മയെ നോക്കാൻ പറ്റാതെ ഞങ്ങൾ പരാതി കൊടുത്തു. അത് സത്യം കൊച്ചെന്നോട് അങ്ങനെ ഒരു കാര്യം പറയാം. ഇന്ന് അതിനെ കുടിപ്പിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും, മൂത്രം പോലും പിടിച്ചു നിൽക്കാൻ ബലമില്ലാത്ത ഒരു കുട്ടിയെ ഇപ്പം അറിയാമോ സാറേ. അതിനൊന്നും ചെയ്യാൻ അറിയില്ല. ഒരു പാവക്കുട്ടിയെ പോലെയാണ് ഞാൻ അതിനെ നോക്കുന്നത്. അതിൻ്റെ ശരീരം അതിൻ്റെ കളഞ്ഞത് എൻ്റെ അമ്മായിയമ്മയാണ് ഇത്രയും ക്രൂരമായിട്ട് ചെയ്തത്. ഞാനത് ചൈൽഡ് ലൈനിൽ കൊടുത്തു. ആ കേസ് എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ അത് ക്യാൻസലാക്കി കളഞ്ഞു. പൈസ കൊടുത്ത് ക്യാൻസലാക്കി. അത് ഒളിപ്പിച്ച് വെച്ചാണ് ഈ ശരിക്കും അന്ന് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ നിങ്ങളുടെ മകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങളിൽ ഉണ്ടോ? അതിന്റെ കോപ്പി ഉണ്ടോ? അതിന്റെ കോപ്പി ഉണ്ട്. ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇങ്ങ് കൊണ്ടുവന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഏത് ഡോക്ടറാണോ നോക്കിയത്? ഇവിടുത്തെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം ഹോസ്പിറ്റലാണോ? തൈക്കാടല്ല, കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ കോപ്പി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിപ്പോയപ്പോൾ ആ കോപ്പികളെല്ലാം കുറേ സാധനങ്ങൾ എൻ്റെ സാറേ കുറേ സാധനങ്ങൾ ബൈജു അടിച്ചെടുത്തു. എൻ്റെ കുറേ സാധനങ്ങൾ ഈ കൊച്ചിൻ്റെ SLC ബുക്ക് പോലും SLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലും ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അതുവരെ കളഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീമോൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഈ കുട്ടിയെ 100% ജീമോൻ നിരപരാധിയാണ്. നിങ്ങളെ മനഃപൂർവ്വം ഇതിനകത്ത് കൊണ്ടുവന്ന് രാധാകൃഷ്ണനും മണിയൻ ഭാസ്കരനും അല്ലമ്മയും കൂടി ചേർന്നാണ്, ബൈജും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന പുറത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം പറയേണ്ടി വന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും ഇതിൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നത്? ഞാൻ ഇതിൽ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഈ കാര്യം കൊച്ചിനെ ഉപദ്രവിച്ചത് എൻ്റെ അമ്മായിയമ്മയുടെ കേസാണ്. ഇത് ജീമോന്റെ തലയിലേക്ക് വെച്ചതാണ്. ഇത് ശരിക്കും അമ്മായിയമ്മ ഉപദ്രവിച്ച ആ ഒരു സംഭവത്തിനെ ജീമോന്റെ തലയിലേക്ക് കൊണ്ടുവച്ചതാണ്. ജീമോനും ജയിലിലാക്കാൻ വേണ്ടി ഇത് മറച്ചു വെച്ചിട്ടാണ് അവർ ഈ കാര്യം ചെയ്തത്. ഇതിനെതിരെ നിങ്ങളിപ്പം ഈ ജീമോന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞല്ലോ DGPക്കും അവർക്ക് പരാതി കൊടുത്തു. അപ്പൊ അതിനെന്താണ് റിപ്ലൈ വന്നത്?
അവർ അന്വേഷിക്കുക എന്ന് പറയുകയാണ് എന്നോട് ചെയ്തത്. ഒരു വിവരം എനിക്കറിയത്തില്ല, ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടോയെന്നും അറിയത്തില്ല. ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. എനിക്ക് ഇത്രയും കള്ളത്തരത്തിൽ ആ ജീവനെ കുടിക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ബ്രെയിൻ വാഷ് ഇവന്മാർ ചെയ്യിപ്പിച്ച പണിയാണ്. അതിന് എത്രയും പെട്ടെന്ന് എനിക്ക് സത്യം ബോധിപ്പിക്കണം. ജീവൻ ചേട്ടനെ ഈ നിരപരാധിയാണ്, സമൂഹത്തിലെല്ലാവരും സഹായിച്ചോണ്ടെന്ന് അന്നും ഇന്നും ഞാൻ ജീവൻ ചേട്ടനെ എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. എനിക്ക് വേണ്ടി ഒത്തിരി സഹായിച്ച ഒരു ചേട്ടനാണ്. ഗോപിനാഥ് മുതലിൻ്റെ അടുത്ത് എത്തിച്ചതും ഈ കാര്യങ്ങളെല്ലാം ജീവൻ ചേട്ടനും അറിയാം എല്ലാ കാര്യം. പക്ഷെ ആ പാവം മനുഷ്യനെ ഇത്രയും ക്രൂരമായി ഒന്നുമില്ലാതെ ആക്കി കളഞ്ഞത് രാധാകൃഷ്ണൻ എന്ന അയാളാണ്. അയാളെ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് കൊണ്ടുവരണം. FIR അയാളുടെ പേരിൽ ഇടണം. അതിന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും കള്ളത്തരം കാണിച്ചു നിങ്ങളെ ഇത്രയും ഇതായിട്ട് ദ്രോഹിച്ച ആ അയാളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം തന്നെയാണ്. അത് തന്നെ. ഈ കള്ളത്തരം മൊത്തം കാണിച്ചത് രാധാകൃഷ്ണനാണ്. മൊത്തം രാധാകൃഷ്ണന്റെയും മണിയം ഭാസ്കറിന്റെയും പെട്ടുപോയതാണ് ഞങ്ങൾ. ഇതെല്ലാം നിങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്? എല്ലാം പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് സത്യം മനസ്സിലായതുകൊണ്ടാണ് ജീവൻ ചേട്ടനെ വെറുതെ വിട്ടത്. സത്യം മനസ്സിലായതുകൊണ്ട് കോടതി ഒന്നും നോക്കിയില്ല. ജഡ്ജി പറഞ്ഞത് ജീവൻ ചേട്ടനെ ഇനി മോളുടെ നല്ല ഒരു അങ്കിളായിട്ട് കൂടെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. കോടതി ജഡ്ജി പറഞ്ഞേക്കുവാണ്. ജീവനുമായിട്ട് മോള് നല്ല രീതിയിൽ പോയിക്കണം, അങ്കിളായിട്ട് മോളുടെ അങ്കിളായിട്ട് കൊണ്ടുപോയിക്കണമെന്ന് ജഡ്ജി പറഞ്ഞ. പിന്നെ ഇതിൽ വേറെ എനിക്ക് വല്ലതും പറയാനുണ്ടോ? സത്യം ഞാൻ അവിടെ കരഞ്ഞറിയിച്ച് എൻ്റെ നിഷ്കളങ്കം എൻ്റെ മനസ്സിൽ എനിക്കറിയാം ജീവൻ ചേട്ടൻ നിരപരാധിയെന്ന് എനിക്ക് അന്നേരം അറിയാം. ഞാൻ പറയുന്നത് അവർ വില കൽപ്പിക്കുന്നില്ല, എന്നെ കൊടുക്കാൻ നോക്കുമായിരുന്നു. ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് മൊഴി പറഞ്ഞു. പോലീസുകാരടക്കം ഞാൻ വന്ന് പോലീസുകാർ അവിടെ വനിതാ പോലീസിനോട് ഞാൻ പറഞ്ഞതാണ് ഇത് മാറ്റിക്കള, ഇങ്ങനെയാണ് സംഭവം. രണ്ടാമത് ഇവന്മാർ പിന്നെയും കുത്തിപ്പൊക്കിയതാണ്. ആദ്യം വേണ്ട എന്ന് വെച്ചതാണ്, ഇത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട എന്ന് വെച്ചതാണ് എറണാകുളത്തുള്ള പോലീസുകാർ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുത്തിപ്പൊക്കുമായിരുന്നു. ബൈജുവും രാധാകൃഷ്ണനും എല്ലാം കൂടെ പിന്നെയും കുത്തിപ്പൊക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, എൻ്റെ മോളുടെ വൈദ്യക്കാട് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന് തെളിവായിട്ട് അറിയാം എല്ലാ കാര്യവും, സാൻ വിളിക്കുന്ന കാര്യവും എല്ലാം അവനറിയാം. അവൻ്റെ കയ്യിൽ അവന്മാർ സംസാരിച്ച ജയിക്കപ്പ് പറയും എന്താണെന്നുള്ളത്. ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചായിരുന്നു, അവൻ പറയും ഈ കാര്യങ്ങളെല്ലാം.